നമസ്കാരം. അൻജസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. UP ഇന്റർവ്യൂവിന്റെ തയ്യാറെടുപ്പൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട് അല്ലേ? ബയോഡേറ്റ ഫോം ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭാഗ്യമുണ്ട്. അതായത് ബയോഡേറ്റ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുപോകാനാകും. അവിടെ ചെന്ന് എഴുതി അത് തെറ്റിക്കും എന്നുള്ള പേടിയോ ഒന്നും വേണ്ട. എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏറ്റവും ഫെയർ ആയി ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാം. അത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ബയോഡേറ്റ എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്ത് പോയാൽ മതിയോ? ഈ കഴിഞ്ഞ LP ഇന്റർവ്യൂവിന് കുട്ടികൾ ബയോഡേറ്റ പ്രൊഫൈലിൽ വന്നെങ്കിലും പലരും അത് ധൃതി പിടിച്ച് ഫില്ല് ചെയ്ത് പോയ അനുഭവങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ 3-4 തവണ ആ ബയോഡേറ്റ ഫോം എഡിറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും ഫെയർ ആക്കി കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അവിടെ ചെന്നിരുന്ന് തയ്യാറാക്കുന്ന കുട്ടികളെ കണ്ട കഥ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അവിടെ ഇരുന്ന് വെപ്രാളപ്പെട്ട് ബയോഡേറ്റ തെറ്റുകൾ എഴുതി വെച്ച് വീണ്ടും അത് വെട്ടി തിരുത്തി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു എത്രയോ നന്നായിരുന്നു നമ്മളത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കി കൊണ്ടുപോയത് എന്ന്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നമ്മുടെ മുഖമാണ് ഈ ബയോഡേറ്റ എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് എന്നാണ് നമ്മൾ ആ ബയോഡേറ്റയിൽ തയ്യാറാക്കി കൊടുക്കുന്നത്. ഇത് മാത്രമാണ് നമ്മൾ എത്തുന്നതിന് മുൻപ് നമ്മൾ ഈ വരുന്ന ആൾ ആരാണ്, എങ്ങനെയുള്ള ആളാണ് എന്ന് അറിയാനുള്ള ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾക്ക് ആകെയുള്ള ഒരു ഉപാധി. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ നമ്മൾ ചെയ്യേണ്ടേ, അക്ഷരത്തെറ്റില്ലാതെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ മനോഹരമായിട്ട് അത് എഴുതുകയും വേണം. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയുകയും വേണം. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ബയോഡേറ്റ ഫോം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആ കോളങ്ങൾ ഒഴിച്ചിടാൻ പാടുണ്ടോ? പല യൂട്യൂബ് ചാനലുകളിലും പറയുന്നത് കേട്ടു, ചില കോളങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്തില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ പിന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മതി. ചിലർ പറയാറുണ്ട് നിങ്ങൾ എന്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതുപോലെ എഴുതുക, അല്ലെങ്കിൽ തോന്നുന്നത് പോലെ എഴുതുക. ഏറ്റവും രസം തോന്നിയത് നല്ല ഫാമിലി, അതായത് സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള ഫാമിലി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെയുള്ള വീടുകളിൽ നിന്നൊക്കെ ചെല്ലുന്നവര് അച്ഛൻ്റെയും അമ്മയുടെയും തൊഴിലൊക്കെ വേണമെങ്കിൽ കൂലിപ്പണി വെച്ചോ എന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഇന്റർവ്യൂ ബോർഡ് അംഗമായിട്ട് വരുന്നത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോ നമുക്ക് നന്നായി പരിചയമുള്ള ആളുകളോ ആകാം. കഴിഞ്ഞ ഇന്റർവ്യൂ നടന്ന സമയത്ത് ഞാനിത് പറയുകയും എൻ്റെ കുട്ടികൾ അതനുസരിച്ച് തന്നെയാണ് ബയോഡേറ്റ തയ്യാറാക്കിയത്. 1-2 പേർക്ക് അതേ അനുഭവം ഉണ്ടായി. എനിക്കും ഉണ്ടായിട്ടുണ്ട് അതേ അനുഭവം. നമ്മൾ ഇന്റർവ്യൂ ബോർഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പരിചയമുള്ള ആള് അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കൊരു ഷോക്കാണ്. പക്ഷെ നിങ്ങളത് പ്രതീക്ഷിച്ച് തന്നെ പോകണം. നമുക്ക് അറിയുന്നവരും അവിടെ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ തെറ്റായിട്ട് യാതൊന്നും തന്നെ എഴുതാൻ പാടില്ല. നമ്മൾ അച്ഛന്റെ പേര് മാറ്റി പറയില്ല, പറയോ? അതുപോലെയാണ് അച്ഛന്റെ തൊഴിൽ മാറ്റി എഴുതൂ എന്ന് പറയുന്നത്. അപ്പോ അത് ഇത്തരം തെറ്റുകളൊന്നും ആരും ചെയ്യരുത്, കൃത്യമായി എഴുതുക. ഇതൊക്കെ പറയാൻ പലരും ഉണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്ത് വേണം ബയോഡേറ്റ തയ്യാറാക്കാനായിട്ട്. ഒരിക്കലും കള്ളം എഴുതരുത്, എനിക്കതേ പറയാനുള്ളൂ. പലരും ദൈവവിശ്വാസികളാണ്, ചിലരൊക്കെ അവനവനിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ? നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോഡേറ്റയിൽ കള്ളം എഴുതുക. ഇപ്പൊ ദൈവവിശ്വാസികളായ ആളുകൾ ദൈവത്തോട് കള്ളം പറയില്ല. ഇത് നമ്മളുടെ തൊഴിൽ എന്ന് പറയുന്നത് നമ്മൾ ദൈവതുല്യമായി കാണുന്ന ഒന്നാണ്. അതിനോട് കള്ളം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യപടി എടുത്തു വെക്കാതിരിക്കുക. നമ്മളൊരു കള്ളത്തരം എഴുതി അത് പിടിക്കപ്പെടുമോ എന്നുള്ള ടെൻഷൻ ഉറപ്പായും മുഖത്തുണ്ടാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാകും? ഹോബിയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ എഴുതണ്ടേ ടീച്ചറെ? അപ്പൊ നമ്മളത് എഴുതി വെച്ചാൽ പോരെ, പണ്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങ് എഴുതിക്കൂടെ എന്നൊക്കെ മനസ്സിൽ വരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറാൻ ഇനി സമയമുണ്ട്. അവയാണ് ബയോഡേറ്റയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ ബയോഡേറ്റ ഒന്ന് എടുത്തു വെച്ച് നോക്കിയിട്ടേ അതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കോളങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക. സാമൂഹ്യ സേവനമുണ്ട്, ഇനിയും സേവനങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾ എന്തൊക്കെ സാമൂഹ്യ സേവനത്തിൽ പങ്കെടുത്തു, എന്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു, ഇതൊക്കെയാണ് അധ്യാപകർക്ക് ആവശ്യം. അല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റ് ആവാൻ പോകുന്ന ആൾക്ക് സമൂഹത്തിന് പ്രതിപത്തിയുണ്ട്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് കരുതുന്നു. ഇപ്പൊ അങ്ങ് പൂരിപ്പിച്ച് ബയോഡേറ്റ ഇപ്പൊ അങ്ങ് ഫില്ല് ചെയ്ത് പോകാം ഈ ക്ലാസ് കണ്ടാലെന്ന് ചിന്തിക്കരുത്. എന്തുകൊണ്ട് ബയോഡേറ്റ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
എന്തുകൊണ്ട് അതിൽ കള്ളത്തരം എഴുതി വെക്കരുത് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വെറുതെ വന്ന് കഥ പറയുകയല്ല, നടന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറ്. എനിക്കുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ കുട്ടികൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് അത് അങ്ങനെ ആകരുത് എന്ന് പറയുന്നത്. പല ജില്ലകളിലും ഇത്തരത്തില് അവരെ ഡയറ്റിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ഡയറ്റിൽ നിന്നുള്ള അധ്യാപകര് സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ട് വരാറുണ്ട്. അത്തരത്തിലൊക്കെ സംഭവിച്ചു. അപ്പോൾ തെറ്റായിട്ട് എഴുതട്ടെ എന്ന് ചോദിച്ച കുട്ടി തന്നെ തിരിച്ചു വന്ന് പറഞ്ഞു, ടീച്ചറെ ഞാൻ എഴുതിയിരുന്നെങ്കിൽ, എന്തേലും നമ്മൾ തെറ്റായിട്ട് എഴുതിയിരുന്നെങ്കിൽ പെട്ടുപോയതിന്, എന്നെ അത്രത്തോളം അറിയുന്ന ഒരാളാണ് വന്നത്. പക്ഷെ അറിയുന്ന ആളുകൾ ഉണ്ടായി എന്ന് കരുതി ഒരിക്കലും അവർക്ക് നമ്മളുടെ മാർക്കിൽ ഒന്നും ചെയ്യാനാകില്ല. നമുക്ക് അവിടെ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം നടുക്കൊരാളിരിക്കും അല്ലേ, ആ ബോർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി. അത് പി എസ് സി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ബയോഡേറ്റ ഉള്ളത്. മറ്റുള്ളവർ ആ ബയോഡേറ്റ കാണുന്നില്ല. സബ്ജക്ട് എക്സ്പേർട്സിനൊന്നും ബയോഡേറ്റ കൈമാറില്ല. ഇനി അതൊക്കെ ചെയർമാനിന്റെ ഇഷ്ടമാണ്. ചിലര് കൈമാറിയാലായി. പിന്നെ എങ്ങനെയാണ് ആ ബയോഡേറ്റയിലുള്ള കാര്യങ്ങൾ അവരറിയുക? ചെയർമാൻ അത് ഉറക്കെ വായിക്കും. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സബ്ജക്ട് എക്സ്പേർട്സ് ഇത് മനസ്സിലാക്കിയെടുക്കും. ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ഇന്റർവ്യൂ, അതായത് LP ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ ബോർഡ് അംഗമായിരുന്ന ഒരു അധ്യാപകനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അന്നേ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ സമയത്ത്, LP ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇതുപോലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ. ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന്റെ ബേസിസിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ബയോഡേറ്റയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. തെറ്റുണ്ടാകാൻ പാടില്ല, വെട്ടിത്തിരുത്തലുകൾ ഒട്ടും തന്നെ പാടില്ല. കാരണം നമുക്ക് മുൻകൂട്ടി അവർ PDF ആയിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ തെറ്റ് വന്നാൽ മറ്റൊരെണ്ണം കോപ്പി എടുത്ത് അത് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു ബയോഡേറ്റ കൂടെ കൊണ്ടുപോവുക. കാരണം ചില ഇന്റർവ്യൂ നടന്ന ചില ജില്ലകളിൽ അവരവരുടേതായ രീതിയിൽ അവിടെ ചെന്ന് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതായത് ഇവിടെ പെർസെൻറ്റേജ് ഒക്കെ എഴുതാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്ക് വരാം. ചിലയിടത്ത് ചില കാർക്കശ്യങ്ങൾ അവരിങ്ങനെ കാണിച്ചു, അവർക്ക് അത് ഇങ്ങനെ പെർസെൻറ്റേജിൽ തന്നെ വേണം. ചിലർ പറഞ്ഞു വേണ്ട, അത് അവോയ്ഡ് ചെയ്യുക, എഴുതിയത് അതുപോലെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാതെ പിന്നെയും മാറ്റങ്ങളൊക്കെ വരുത്തി. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു എഡിറ്റ് വന്നാൽ അപ്പൊ കിടന്ന് ഓടാതെ ഒരെണ്ണം അഡീഷണൽ ആയിട്ട് 1 or 2 കോപ്പി കയ്യിൽ വെച്ചിരിക്കുക. പിന്നെ ഈ ബയോഡേറ്റയിൽ എഴുതുന്ന എല്ലാ കാര്യവും നിങ്ങളെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തപ്പരുത്. എന്താണ് നിങ്ങളുടെ ഹോബി എന്ന് ചോദിക്കുമ്പോൾ എഴുതി വെച്ചതൊന്നും പറയുന്നത് മറ്റൊന്നും ആകരുത്. അത്രത്തോളം സത്യസന്ധമായി നമ്മളത് തയ്യാറാക്കുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ അപ്പിയർ ചെയ്യാൻ പറ്റുക. അപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. സത്യസന്ധത, കൃത്യത, അതുപോലെ തന്നെ തെറ്റില്ലാതെ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ബയോഡേറ്റയിലേക്ക് പോവാം. നോക്കിക്കേ, ഫസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് പോസ്റ്റാണ്? UPST ആണ് അല്ലെ. അതുപോലെ നമ്മളിവിടെ UPST എന്ന് ഫില്ല് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാമെന്ന വിശ്വാസത്തിൽ, ഇതിന് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ കാണുന്നോ കേൾക്കുന്നോ എന്നൊക്കെ മനസ്സിലാവുക. അപ്പൊ UPST എന്ന് നമ്മൾ തസ്തികയുടെ പേര് എഴുതുന്നു. ക്രമ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്കൊരു ലെറ്റർ വരില്ലേ, കോൾ ലെറ്റർ വരില്ലേ, അതിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും, അതിവിടെ എഴുതുക കേട്ടോ. നെയിം ആൻഡ് അഡ്രസ്സ്, ഇവിടെ പലരും ചോദിക്കും എൻ്റെ പെർമനന്റ് അഡ്രസ്സ് വേറെ, അതായത് SLC ബുക്കിലെ അഡ്രസ്സ് വേറെ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ, ആധാറി വേറെ, അങ്ങനെ പല പല സംശയങ്ങൾ ഇനി വരും. നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടത് നിങ്ങൾ കറന്റ്ലി എവിടെയാണോ ആ ഒരു അഡ്രസ്സ് ഇവിടെ എഴുതുക. നിങ്ങളുടെ പേരും അഡ്രസ്സും തെറ്റാതെ തന്നെ എഴുതുക. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിങ് ഫ്രം മെട്രിക്കുലേഷൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷും മലയാളവും നമ്മളുടെ ബയോഡേറ്റയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? 2 രീതിയിലും ഫില്ല് ചെയ്യാം. എൻ്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഫില്ല് ചെയ്യണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അങ്ങനെയും നിർബന്ധമില്ല. എൻ്റെ സബ്ജക്റ്റും ഇംഗ്ലീഷാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്.
ഇനി UP ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് അത്. നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. വരുന്ന ചോദ്യങ്ങളും അത്തരത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ മലയാളം കൊടുത്തത് കൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതി എന്ന് കരുതി നിങ്ങളെ കുറിച്ച് ആരും ഒന്നും തന്നെ ചിന്തിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഭരണഭാഷയാണ്, മലയാളം നിർബന്ധമാക്കിയതാണ്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ എഴുതാം. മാതൃഭാഷയിൽ എഴുതുമ്പോൾ ഉള്ള ഗുണം നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം, എക്സ്പ്രസീവായിട്ട് എഴുതാനാകും. ഇംഗ്ലീഷിനേക്കാളും ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്നത് നമ്മളുടെ മലയാളം ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് തന്നെ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇടകലർത്തി എഴുതാതിരിക്കുക. ഈ ഒരു പേജിൽ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം. അതായത് പേര് അഡ്രസ്സും അല്ല, പേരും അഡ്രസ്സും ഒക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതുന്നു. മലയാളത്തിൽ എഴുതുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ സീരിയൽ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് നമ്മൾ 10ാം തരം മുതലാണ് എഴുതുന്നത് അല്ലെ. ഇപ്പൊ എക്സാമിനേഷൻ ഡിഗ്രി എന്നുള്ളത് SLC നമ്മളിവിടെ കൊടുക്കുന്നു, SLC കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനം, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് ഇവിടെ കൊടുക്കുന്നു, വർഷം കൊടുക്കുന്നു, നെയിം ഓഫ് ബോർഡ്, അത് അതാത് സർട്ടിഫിക്കറ്റിനകത്ത് സീലിന്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും ഏത് ബോർഡാണ് എന്നുള്ളത്. ബോർഡ് ഓഫ് SLC എക്സാമിനേഷൻ അല്ലേ. അപ്പൊ അതുപോലെ ഓരോന്നിന്റെയും ബോർഡ് ഇവിടെ ഉണ്ടാകും. അത് ആ ബോർഡ് ഏതാണ് എന്ന് കൃത്യമായി നോക്കി അവിടെ ഫില്ല് ചെയ്യുന്നു. ക്ലാസ് ഓർ ഡിസ്റ്റിങ്ഷൻ, അവാർഡ് ഓർ മെഡൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം ഉള്ള സമയം മുതലുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഓരോ ഗ്രേഡും എണ്ണി എഴുതാം. അതായത് A+ എന്ന് എഴുതിയിട്ട് എത്ര A+. ഇപ്പം 5A+ ആണെങ്കിൽ അങ്ങനെ, A എത്ര എന്ന് വെച്ചാൽ അത് എത്ര എന്ന് വെച്ചാൽ അത് അങ്ങനെ, 2A ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഓരോന്ന് എണ്ണി എഴുതാം. കോമയിട്ട് ഇങ്ങനെ എണ്ണി എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലർ അവിടെ പെർസെൻറ്റേജ് കണ്ടുവച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ അത് പെർസെൻറ്റേജ് വേണ്ട, ഗ്രേഡ് എണ്ണി തന്നെ എഴുതുക എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയും വരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഷീറ്റിൻ്റെയൊക്കെ ഒരു കോപ്പിയും കൂടെ വെച്ചേക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ കുട്ടികളോടെല്ലാം പറഞ്ഞത് ഗ്രേഡ് ഇതുപോലെ എണ്ണിയെടുത്ത് എഴുതുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ അവിടെ ഓരോ ജില്ലയിലും പോയ കുട്ടികൾ, നേരത്തെ പോയ കുട്ടികൾ അത് എങ്ങനെയാണോ ഫില്ല് ചെയ്തത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോയത് കേട്ടോ. ഇനി ഗ്രേഡിംഗ് സിസ്റ്റത്തിന് മുമ്പുള്ളവർക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. അവരവിടെ പെർസെൻറ്റേജ് കണ്ട് അത് എഴുതിയാൽ മതി. പിന്നെ ഫസ്റ്റ് ക്ലാസ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിലും അവിടെ മെൻഷൻ ചെയ്യാം. ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, അവാർഡ്, മെഡൽ എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അതുപോലെ എഴുതാം. ഇനി അടുത്തത് 2 +2 എഴുതുക, നിങ്ങളുടെ ഡിഗ്രി എഴുതുക. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ പറയേണ്ടതില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് നിങ്ങൾ പഠിച്ചത് എഴുതുക. ഇനി പ്രൈവറ്റ് ആയിട്ട് പഠിച്ചവര് അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചവരുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്യാം. തുല്യതയാണ് പഠിച്ചത്, തുല്യതയിലൂടെ +2 നേടിയവരാണെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യണം. അതിനൊക്കെ റീസൺ ഉണ്ട്. കാരണം നിങ്ങൾ എന്തുകൊണ്ട് ആ തുല്യതയിലൂടെ പരീക്ഷയെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും നെഗറ്റീവായിട്ട് പോകാറില്ല. പലരും ഏർലി മാരേജ് ആണ് പലരുടെയും റീസൺ. തുല്യതയിൽ +2 അറ്റൻഡ് ചെയ്ത് +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പല അധ്യാപകർ ഇതിനകത്ത് ഉണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ച് സ്ട്രെങ്ത് ആണ്. എത്രയോ പിന്നെ നെഗറ്റീവായിട്ടുള്ള പരിതസ്ഥിതി ഉണ്ടായിട്ടും മറ്റുള്ള പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം അവിടെ ഉപേക്ഷിച്ചിട്ടും നിങ്ങൾ അത് ചെയ്യാതെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫൈറ്റ് ചെയ്ത് നേടിയതാണ് നിങ്ങളുടെ +2 എങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യണ്ടേ? അത് കുറഞ്ഞ കാര്യമാണോ? പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു, ടീച്ചറെ അങ്ങനെ എഴുതണോ, അത് നെഗറ്റീവ് അല്ലേ, കണ്ടിന്യൂസ് ആയി പോയില്ലല്ലോ. ഇതൊന്നും നിങ്ങളെ ബോധർ ചെയ്യുന്ന കാര്യം ആകാതിരിക്കട്ടെ. നിങ്ങൾക്ക് ലാഗ് വന്നിട്ടുണ്ടാകാം. ആ ലാഗിന് വ്യക്തമായ ഒരു റീസൺ ഉണ്ടാകും. +2 എടുക്കാൻ ചിലപ്പോൾ 10th കഴിഞ്ഞിട്ട് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടായിരിക്കും +2 എടുത്തിരിക്കുന്നത്. +2 കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡിഗ്രി എടുത്തിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങൾക്കൊരു റീസൺ ഉണ്ടാകും. ആ റീസൺ പറയുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ എൻട്രികൾ നടത്താതിരിക്കുക. ഇതൊക്കെ ഫയലുകളാണ്, നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കള്ളത്തരം കാണിച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. കൃത്യമായി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെലിവറി ടൈമിലൊക്കെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നവര്, വിവാഹം കാരണം കുറച്ചു കാലം മുടങ്ങിപ്പോയവരൊക്കെ ഉണ്ടാവും. ആ റീസൺ പറയുക, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം അത്രത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ
കഷ്ടപ്പെട്ട് തന്നെ ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായിട്ട് പരിശ്രമിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു ലാഗൊക്കെ ഇടയ്ക്ക് വന്നത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇനി ഏജ് ഓവർ ആവാറായ ആളുകൾ ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ ആ ജോലിയിലേക്ക് എത്തിയില്ല എന്നുള്ളതിനും വ്യക്തമായ റീസൺ ഉണ്ടാവും. അതവിടെ പറയുക. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ദയവേത് അവിടെ പോയിരുന്ന് പിന്നെ നിങ്ങളുടെ എന്താണ് സിമ്പതി പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും നടത്താതിരിക്കുക. കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുക. അല്ലാതെ കെട്ടിക്കാൻ പ്രായമായ സഹോദരികൾ, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം പടുകുഴിയിൽ കിടന്ന കുട്ടിക്കാലം, അങ്ങനെയൊക്കെയുള്ള കഥകളൊന്നും അവിടെ പോയി പറയരുത്. അതൊക്കെ നമ്മളുടെ നെഗറ്റീവ്സ് ആണ്. അങ്ങനെയൊന്നും പറയരുത്. ഉള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ അവിടെ പറഞ്ഞു വെക്കുന്നു കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് പോകാം അല്ലെ. ഇവിടെ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ ഒരു പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് അത് ചെയ്യും. ഇനിയും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈന്യൂട്ട് ആണെങ്കിൽ കമന്റിലൂടെ അറിയിക്കണേ. ഇനി ആർ യു കറന്റ്ലി എംപ്ലോയിഡ്, ഇഫ് സോ ഗിവ് ഡീറ്റെയിൽസ്. അതിനി ഏത് ജോലിയാണെങ്കിലും എഴുതണം. നിലവിൽ നിങ്ങൾക്കൊരു തൊഴിലുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ജോലിയാകാം, ചിലപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടാകാം, ചിലപ്പോൾ സ്വന്തമായിട്ട് ഏണിങ്സ് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെറുകിട സംരംഭങ്ങളോ ബിസിനസ്സോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അതവിടെ എഴുതുക, മെൻഷൻ ചെയ്യുക. ഇതൊന്നും നമ്മുടെ ഈ ഒരു എന്താണ് ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധമുള്ളതാകണമെന്നില്ല. നിലവിൽ നിങ്ങൾ എൻഗേജ്ഡ് ആണോ എന്നുള്ളത് അവിടെ കാണിക്കും. ഇപ്പൊ എന്നോടാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ക്ലാസ്സിന്റെ കാര്യവും സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള രീതിയിലേക്ക് അത് മെൻഷൻ ചെയ്യാനും ശ്രമിക്കും. അങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക. അപ്പൊ അതുപോലെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ മെൻഷൻ ചെയ്യുക. പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി, പ്ലീസ് മെൻഷൻ ദ നേച്ചർ ഓഫ് ഫങ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അവിടെ നിങ്ങൾ മുൻപ് ജോലി ചെയ്തിരുന്നോ, ജോലിയിൽ മുൻപരിചയം ഉണ്ടെങ്കിൽ ആയതിന്റെ സ്വഭാവവും ഉത്തരവാദിത്വവും. ഇവിടെ വ്യക്തമായ ആയതിന്റെ സ്വഭാവവും ഉത്തരവാദിത്വവും എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ടീച്ചർ എന്നൊന്നും എഴുതി വെക്കരുത്. LP സ്കൂളിലാണെങ്കിൽ ആയിരുന്നെങ്കിൽ LPST എന്ന് എഴുതി ബ്രാക്കറ്റിൽ എത്ര വർഷമെന്നോ അല്ലെങ്കിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയെന്നോ എത്ര മാസമെന്നോ കൃത്യമായി എഴുതണം. അത് LPST ഏത് സ്കൂളാണ് എന്നും മെൻഷൻ ചെയ്യുക, എത്ര വർഷമെന്നും അവിടെ മെൻഷൻ ചെയ്യുക. ഇനി ഒരു പ്രൈവറ്റ് ഫേമിലാണെങ്കിലും അതിന്റെ പേര് പിന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾ എന്ത് പദവിയാണോ നയിച്ചത്, ഏത് ജോലിയിലാണോ പ്രവേശിച്ചിരുന്നത്, ആ ജോലി എന്ത് എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതുക. സ്ഥാപനത്തിന്റെ പേര് എഴുതുക, എത്ര കാലം എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്യുക. ഇനി ഇവിടെ വരുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് ഇല്ല എന്നുള്ളതാണ് അല്ലെ. അതായത് ചോദ്യത്തിന് ആവോളം സ്പേസും ഉത്തരം എഴുതാൻ ഒട്ടും തന്നെ സ്പേസും ഇല്ലാത്ത അവസ്ഥ. ഇവിടെയൊക്കെ തന്നെയാണ് ഞങ്ങളും ഫില്ല് ചെയ്തു പോയത്. അതിന് ഞാൻ പറഞ്ഞിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കോളത്തെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെ. അത് ഒരു കോളമായിട്ട് നമുക്ക് വേണ്ട കോളത്തെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാതെ നന്നായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നല്ല കറുത്ത മഷി പേനയൊക്കെ ഉപയോഗിച്ച് നമ്മളിത് കൃത്യമായി നീറ്റായിട്ട് നീട്ടി നമുക്ക് വരയ്ക്കാം. ഇങ്ങോട്ടേക്ക് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വൃത്തിയായി വരച്ച് ഇവിടെ മുതൽ ഇങ്ങോട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് ഉത്തരം എഴുതാം. അതല്ലാതെ ഈ ക്വസ്റ്റ്യന്റെ അകത്ത് കയറ്റി എഴുതാനോ പിന്നെ ആകെ കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതാനോ ശ്രമിക്കരുത്. ഒട്ടും തന്നെ വായിച്ചെടുക്കാൻ പറ്റാത്ത അക്ഷരത്തിലും അതുപോലെ തന്നെ വലിയ അക്ഷരത്തിലും എഴുതാതിരിക്കുക. ഒരു ഇടത്തരം അക്ഷരം പിടിച്ച് എഴുതണം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപക്ഷെ നല്ല ഉരുണ്ട ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. ഇങ്ങനെ നല്ല ഉരുണ്ട രീതിയിൽ ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പൊ അത് അത്രയും എഴുതാനായിട്ട് ഇവിടെ സ്ഥലം ഉണ്ടാകില്ല. അധ്യാപിക ഇങ്ങനെ തായോ എഴുതാം അല്ലെ. അപ്പൊ എന്ത് തന്നെ ആയാലും ഇത്രയും എഴുതാനായിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പൊ അത് നന്നായി ചുരുക്കി നല്ല ചെറിയ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കാം. ഇപ്പൊ LPST ഒക്കെ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. LPST ഏത് സ്കൂളാണ് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്ത് തന്നെ ആവട്ടെ. LPST ഞാൻ അഗസ്തിക്കോട് എന്നാണ് ഞാൻ എഴുതിയത്. ഇങ്ങനെ ഒരു സ്കൂളിന്റെ പേര് ഇങ്ങനെ എഴുതി, പിന്നെ എത്ര നാള് എത്ര ഇയേഴ്സ് എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്തു.
അപ്പോൾ ഇനി ചിലര് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വേജ് ആയിട്ട് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ എത്ര വർഷം അധ്യാപികയായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എങ്ങനെ എഴുതിയാലും നിങ്ങളെ ആരും അവിടെ പിടിച്ചു തിന്നാൻ പോകുന്നില്ല. നിങ്ങളുടെ മാർക്കിനെയും ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പോസിറ്റീവ്സ് ആയിട്ട് ഓരോ കോളത്തെയും നമ്മൾ ഫിൽ ചെയ്യുക. ഈ കോളങ്ങളിൽ നിന്നാണ് നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. ആ ചോദ്യം വരാൻ വേണ്ടിയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് ഓർക്കുക. അല്ലാതെ അയ്യോ ഞാൻ ഇത് എഴുതി വെച്ച എന്നോട് ചോദ്യം ചോദിക്കുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ചോദ്യം പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക? ഇതൊരു തന്ത്രമായിട്ട് ഉപയോഗിക്കണം. അതായത് ബയോഡേറ്റ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ വജ്രായുധമാണ് എന്ന രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ കുരുക്കിയിടുകയാണ് വേണ്ടത്. അവർക്ക് ഹുക്ക് ചെയ്യത്തക്ക രീതിയിൽ എന്തോ അതിനകത്തുണ്ട്, ഇതിനകത്ത് തന്നെ ആയി പോകണം അവര്. അങ്ങനെ ഒരു ലൂപ്പ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന തരത്തിലൊരു ബയോഡേറ്റയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് ആലോചിച്ച് ഭംഗിയായിട്ട് ഈ ബയോഡേറ്റ ഫില്ല് ചെയ്യാം. ഇനി പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി, അപ്പം അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു കോളവും ഫില്ല് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശദ വിവരം. നിലവിൽ പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മുമ്പ് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് കരുതി അത് അവിടെ എഴുതാതെ കൃത്യമായി എഴുതുക. ഇപ്പോ 516/2019 കഴിഞ്ഞ LP ലിസ്റ്റിന്റെ നമ്പറാണ്. അപ്പോൾ LP ഇവിടെ നിങ്ങളിപ്പോൾ എഴുതുകയാണ് LPST, കാറ്റഗറി നമ്പർ നമ്മൾ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നു 516/2019. അതുപോലെ നിങ്ങൾ ഏത് തസ്തികയാണോ, LD ആണെങ്കിൽ LD ബ്രാക്കറ്റിൽ തസ്തികയുടെ പിന്നെ കാറ്റഗറി നമ്പറും ജില്ലയും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളോട് എടുത്ത് ഇത് ഏത് ജില്ലയിലായിരുന്നു, കാറ്റഗറി നമ്പർ ഒന്നും അത്യാവശ്യമില്ല, പക്ഷെ അവിടെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ എത്ര സീരിയസ്നെസ്സോടുകൂടിയും എത്ര കൃത്യതയോടുകൂടിയുമാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്നത്. ഓരോ കോളവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഒക്യുപ്പേഷൻ ഓഫ് മദർ, ഫാദർ, സ്പൗസ്, സിസ്റ്റർ, ബ്രദർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമ്മയുടെ ജോലി, ചിലര് ജോലിയില്ല, ചിലര് വീട്ടമ്മ, ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇതിനേക്കാളൊക്കെ നല്ലത് ജോലിയില്ല എന്ന് എഴുതിയവർക്ക് കൃത്യമായി മറുപടി ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൊടഞ്ഞാണ് തിരിച്ചു വിട്ടത്. അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഒക്യുപ്പേഷൻ, തൊഴിൽ എന്ന് പറയുമ്പോൾ നിലവിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ചിലര് തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പോകുന്നവരുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. ഗൃഹനാഥ എന്നുള്ള പേരാണ് ഏറ്റവും നല്ലത് അല്ലെ. അപ്പോൾ ഈ ഹൗസ് വൈഫ് എന്നൊക്കെ ഉള്ള ഇതിനേക്കാൾ എപ്പോഴും നല്ലത് ഗൃഹനാഥ, ഹൗസ് മേക്കർ, ഹോം മേക്കർ അല്ലെ. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നല്ല ഇംഗ്ലീഷിൽ ഏതാണ് ഏറ്റവും നല്ല ടേം എന്നൊന്നും എനിക്ക് അറിയില്ല അതിന്റെ. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് ഒരു നല്ല ടേമില് അത് ഫില്ല് ചെയ്യാം. അതുപോലെ ഫാദർ, അച്ഛന്റെ ജോലി കൂലിപ്പണിയാണെങ്കിൽ കൂലി എന്നൊന്നും എഴുതി വെക്കാതെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു എന്ന രീതിയിൽ കൃത്യമായി എഴുതി വെക്കുക. സ്പൗസ്, പങ്കാളി, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ അവിടെ തൊഴിൽ എഴുതുക. സിസ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ, സിസ്റ്ററിന്റെ ജോലി, പഠിക്കുകയാണെങ്കിൽ പിന്നെ വിദ്യാർത്ഥി എന്ന് എഴുതിയിട്ട് ഏത് കോഴ്സ് ആണെന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഹസ്ബൻഡിന്റെയും അച്ഛന്റെയും ഒക്കെ തൊഴിൽ എഴുതുമ്പോൾ സ്ഥാപനം എഴുതാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ. ഏറ്റവും നന്നായി ഏറ്റവും കൃത്യതയോടുകൂടി ഇത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനുള്ള സ്പേസ് ഇല്ല അല്ലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ഒന്നിലധികം സഹോദരന്മാരുണ്ടെങ്കിൽ 1, 2 നമ്പർ ഇട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ വഴി. അതല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണ് 2 പേരെങ്കിൽ ഇവിടെ ബ്രദർ എന്നുള്ളത് വെട്ടുക. സിസ്റ്റർ എന്നുള്ളത് 1 എന്നിട്ടിട്ട് അവിടെയും 2 എന്നിട്ട് താഴേക്കും എഴുതുക കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്യാനേ പറ്റുള്ളൂ.
എന്തിനാണ് അവർ ഈ ക്വസ്റ്റ്യൻ ഇത്രയും സ്പേസും ആൻസർ എഴുതാൻ വളരെ കുറച്ച് സ്ഥലവും കൊടുത്തത് എന്നതാണ് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂ വരുമ്പോൾ ഇതിന് PDF അല്ലേ, മാറ്റം വരാം. പിന്നെ നല്ലൊരു കഫേയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വേഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ കോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനത് നോക്കിയിരുന്നു, മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മലയാളം കൂടി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് അറിയാലോ, നമ്മളുടെ ഫോണ്ട് മലയാളം ഫോണ്ട്, കാർത്തിക അങ്ങനെയൊക്കെയുള്ള ഫോണ്ടുകളുണ്ട് അല്ലെ, അതിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. നല്ല കഫയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരച്ചു ചേർക്കാതെ ഈ കോളം എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാനും ക്വസ്റ്റ്യന്റെ കോളം ചുരുക്കാനും ഒക്കെ പറ്റും. അതൊക്കെ കൊണ്ടൊരു പ്രശ്നവുമില്ല കേട്ടോ. ഇനി കോർട്ട് ഓഫ് ലോ അതൊന്നും നമുക്ക് ഉണ്ടാകില്ല, ഉണ്ടെങ്കിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. ഈ 7th കോളം മാത്രമായിരിക്കും നമുക്ക് ഒഴിഞ്ഞു കിടക്കാൻ സാധ്യതയുള്ളത്. 7th കോളത്തിന്റെ എയും ബിയും, അതൊഴികെ ബാക്കി എല്ലാ കോളവും നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. യുവർ ഹോബീസ് പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി. നിങ്ങളുടെ ഒഴിവ് സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അത് ഈ ഒരു ചോദ്യത്തിന് പ്രാധാന്യമുണ്ടോ? നമ്മളുടെ ഹോബിയും നമ്മളുടെ വ്യക്തിത്വവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോ തീർച്ചയായും ഹോബി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ സ്ത്രീകള് ആണ് കൂടുതൽ, അധ്യാപികമാരാണ് കൂടുതലും ഈ ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യത. അല്ലാത്തവരും കാണാം. സ്ത്രീകൾ കൂടുതൽ എഴുതുന്നത് പാചകം, അടുക്കളത്തോട്ടം. ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം അവർക്കില്ല. അടുക്കളത്തോട്ടവും പാചകവും ഇതിവിടെ രണ്ടിടത്തും കുരുങ്ങി അങ്ങ് കിടക്കുകയാണ്. പാചകം നിങ്ങളുടെ പാഷനാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അവിടെ ആലോചിക്കും, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വയറ് നിറയ്ക്കാനാണ് ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പാഷൻ അല്ല. അവരുടെ ആ മുഖത്തെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതൊരു പാഷൻ അല്ല, അത് നമ്മൾ സ്നേഹമാണ്. മറിച്ച് അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആനന്ദം. വെറുതെ ഇരിക്കുന്ന സമയം പാചകം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, അത്ര തീവ്രമായ ഇഷ്ടമാണെങ്കിൽ എഴുതിക്കോളൂ. അതല്ല, ഒരു അധ്യാപികയാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോബീസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ വായന, ക്രാഫ്റ്റ്, ജേർണലിംഗ്, ഡയറി എഴുത്ത്, അതുപോലെ പിന്നെ വ്യത്യസ്തമായ ക്രാഫ്റ്റുകളുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്നുള്ള പിന്നെ എന്താണ് കരകൗശല നിർമ്മാണം, ഇപ്പോ സസ്യപരിപാലനം ഒക്കെ നമുക്ക് വെക്കാം. അത് അത്രത്തോളം നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഗാർഡനിങ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, എല്ലാവരും അതാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. സമയമുണ്ട്, ചെയ്ത് അത് നിങ്ങളുടെ ശീലമാക്കിയ ശേഷം മാത്രം ബയോഡേറ്റയിൽ എഴുതുക. അപ്പോൾ എഴുതുന്നവരാണ് കൂടുതൽ പേരും എഴുതാറുണ്ട്. ഡയറി എന്നതിനെ പറയും. പക്ഷെ ദൈനംദിനം നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് ഡയറി, അല്ലെങ്കിൽ അത് ജേണൽ എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ജേണൽ എന്നൊക്കെ എഴുതുമ്പോൾ അത് വെറുതെ ജേണലിംഗ് എന്ന് എഴുതാതെ അവിടെയും കുറച്ച് പൊടിക്കൈകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ എഴുതാൻ ശ്രമിക്കണം. ഈ ഓരോന്നും നമ്മൾ ടീച്ചിങ് ആസ്പിരൻസിന്റെ ഗ്രൂപ്പിലാണെങ്കിൽ കുട്ടികളെ കൊണ്ട് പേഴ്സണലി ചെയ്യിപ്പിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, ഇനി അതെനിക്ക് അത് അത്ര നന്നായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററി ചകഞ്ഞെടുത്ത് പിന്നെ പണ്ട് അവരെന്തായിരുന്നു, ഹൈസ്കൂളിൽ അവരെന്താണ് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്നത്, UPയിൽ അവരെന്താണ് എന്നൊക്കെ ചോദിച്ച് അവരിലെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ പഴയ ഹോബീസിനെ ചികഞ്ഞെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിന്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഭാവിയിൽ ഏറ്റവും നല്ല അധ്യാപകരെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, നിങ്ങളിലൂടെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളിലൂടെയും. അപ്പോൾ അവിടെ അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഹോബി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പാചകം എല്ലാവരും ചെയ്യുന്നതാണ്. അത് നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്, ജീവിക്കാനായിട്ടുള്ള ആഹാരം എല്ലാവരും ഉണ്ടാക്കാൻ പഠിക്കേണ്ടതുമാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ അതെല്ലാവരും ചെയ്യുന്നതാണ്. അതിലൊരു പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ തോന്നുന്നില്ല. പിന്നെ ഗാർഡനിങ്, അതിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഗാർഡനിങ്ങിനെ സമീപിക്കാം. ചില പ്ലാന്റ്സിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ട്, അത് മാത്രം പ്ലാന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റും. വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം, ഉറങ്ങാനാണ് ഇഷ്ടം, ഇതൊക്കെ എഴുതാൻ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും കാണാം, ഇനിയും കേൾക്കാൻ പറ്റും ഈ പല ചാനലുകളിലും. പിന്നെ ജീവിതം വിജയം കൈവരിച്ച ഏറ്റവും മികച്ച അധ്യാപകരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് എഴുതി വെക്കരുത്. വെറുതെ ഇരിക്കാൻ ഇഷ്ടം,
ഇഷ്ടമായിരിക്കാം. പക്ഷെ അതല്ലാതെ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമുള്ളത് എന്നതാണ് അവിടെ എഴുതുന്നത്. ഉറങ്ങാനാണ് ഇഷ്ടം. ഇതൊക്കെ ഉറങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുന്നവർ അധ്യാപകരാണോ എന്ന് ആലോചിക്കാതെ നമുക്കൊരു നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഉറക്കമാണ് ഇഷ്ടമെന്ന് എഴുതിയ LP ഇന്റർവ്യൂവിന് പോയ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് പറഞ്ഞ് നമ്മളും കേട്ടിട്ടുണ്ട്. മറ്റു കുട്ടികൾ ഇങ്ങനെ ഷെയർ ചെയ്ത് അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പൊ അത്തരത്തില് ഉറക്കം എന്നൊന്നും പോയി ധൈര്യമായിട്ട് എഴുതി വെക്കുക എന്ന് ജീവിത വിജയം കൈവരിച്ച നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളോട് പറയാം. ചിലപ്പോൾ അവരൊക്കെ അത് എഴുതി വെച്ച സമയത്ത് ചോദ്യങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഞാനാണ് ഇന്റർവ്യൂ ബോർഡ് അംഗമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിക്കുക, നിങ്ങളുടെ മുന്നിൽ വന്ന് കൂളായിട്ട് എനിക്ക് ഉറക്കമാണ് എൻ്റെ ഹോബി എന്നൊക്കെ പറയുമ്പോൾ എത്ര അലക്ഷ്യമായ ഒരു വ്യക്തിയാണ്, എത്ര പിന്നെ എന്താണ്, എത്ര കെയർലെസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇംപ്രഷൻ ആയിരിക്കും വരിക. ഞാൻ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആളുകളെ കൊണ്ടെത്തിക്കരുത്. നമ്മളുടെ മാർക്ക് അവരുടെ കയ്യിലാണെന്നുള്ള ഓർമ്മ വേണം. വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാനാകും, എൻ്റെ വ്യത്യസ്തമായ എന്തെങ്കിലും താല്പര്യങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇനിയും സമയമുണ്ട്, ഓർത്തെടുത്ത് ചെയ്യുക കേട്ടോ. ഇനി എന്ത് എഴുതിയാലും ഇപ്പൊ ജേർണലിംഗ് എന്ന് വെറുതെ എഴുതാതെ അതിനെക്കുറിച്ച് വിശദമായി എഴുതണം. ഏത് തരം ജേർണലിംഗ്? പലതരം ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ട് അല്ലേ, ചിലര് പിന്നെ കോഡ്സ് എഴുതുന്ന തരത്തിൽ എഴുതാറുണ്ട്. അങ്ങനെ പലതരത്തിൽ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയിട്ട് നിങ്ങളുടെ ജേർണലിംഗ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് അത് എഴുതുക. കവിത എഴുതാൻ ഇഷ്ടമാണ്, കഥകൾ എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എത്തരം കഥകളാണ് എഴുതുന്നത്? കുട്ടിക്കഥകൾ എഴുതാൻ ഇഷ്ടമാണ്, കുട്ടി കവിതകൾ എഴുതാൻ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾ എഴുതുക. വായന എന്ന് മാത്രം വെക്കാതെ നോവലുകൾ വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ പോസിറ്റീവായിട്ടുള്ള നോവലുകളാണ് അധികം വായിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ല എല്ലാം വായിക്കുമെങ്കിൽ അങ്ങനെ. വായന വെക്കല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അധ്യാപകർ വായിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വായിക്കുക? നിങ്ങൾ ധൈര്യമായിട്ട് എഴുതൂ. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ആയി പോകൂ. ഒരാൾക്ക് ഒരിക്കലും എൻസൈക്ലോപീഡിയ ആകാനൊന്നും പറ്റില്ല. അതുപോലെ ഒരു ഗ്രന്ഥശാലയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർക്കാനും ആകില്ല. പേരുകേട്ട സാഹിത്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഹോബി ഒരാൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നതല്ല. ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ഹോബി വെക്കാം. ഞാനത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഞാൻ അവിടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല, ഇഷ്ടത്തോടെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയാനത് സാധിക്കണം. ഇപ്പോ പിന്നെ നമ്മൾ ഇങ്ങനെ വായനയുടെ കാര്യം പറയുമ്പോൾ രണ്ടാം മൂഴം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നോവലാണ് അല്ലെ, MTയുടെ നോവലാണ്. അത് വായിച്ചവരും വായന ഇഷ്ടപ്പെടുന്ന വായിക്കാത്ത ആളുകളും ഉണ്ടാവും. ഫാന്റസി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ അത്തരമായിരിക്കും ഇഷ്ടം. ചിലർക്ക് പുരാണങ്ങളായിരിക്കും. അങ്ങനെ പേരുകേട്ട നോവലും കഥകളുമാണ്, അയ്യോ അത് ഞാൻ വായിച്ചില്ലല്ലോ, മോശമായല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്താണ് വായിച്ചത്? റീസെന്റ് നിങ്ങൾ എന്താണ് വായിച്ചത്? ഇപ്പൊ ഞാൻ ഈയിടെയായിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് പാഠപുസ്തകങ്ങളാണ് കൂടുതലായിട്ട് വായിച്ചതെന്ന് പറയാം. പാഠപുസ്തകങ്ങളാണ് നിങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇന്ന പുസ്തകങ്ങൾ, ടോട്ടോ ചാൻ, അതുപോലെ പിന്നെ വേറെന്താ, വിദ്യാഭ്യാസ പരിവർത്തനത്തിന് ഒരു ആമുഖം, താങ്ങാവുന്ന വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഞാൻ ഒന്നുകൂടി പുനർവായന നടത്തുകയാണ് ചെയ്തത്. ഇന്റർവ്യൂ വരികയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റണം. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പറയുക. ഇനി തൽക്കാലം അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അതും പറയുക. എങ്കിലും എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാകും, അത് വ്യക്തമായി പറയാൻ സാധിക്കുക. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ കമന്റിലൂടെ. യുവർ ഇൻട്രസ്റ്റ് ഓർ പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെന്റ്സ് എന്ന് കൊടുത്തിട്ട് ഓരോന്നും തിരിച്ചിരിക്കുകയാണ് അല്ലെ. താങ്കളുടെ താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഏതിലുള്ള? കായികത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും, സാമൂഹിക പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പിന്നെ NCC, സ്കൗട്ട്, ഗൈഡ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളത്തിലേക്ക് വല്ലതും ഫില്ല് ചെയ്യണോ? ഇതിന്റെ സബായിട്ടാണ് ഇവ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെയാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. സ്പോർട്സ് ഇല്ല, നിൽ എന്ന് എഴുതുക എന്നൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതുക, പണ്ട് ചെയ്തൊന്നും എഴുതണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു.
അങ്ങനെയല്ല, ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾ അധ്യാപകരാകാൻ പരിശീലനം ചെയ്ത ആളുകളാണ്. ഉറപ്പായും BEdന് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ TTCക്ക് പഠിച്ച സമയത്തോ നമ്മുടെ അവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകില്ലേ? അതിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ താല്പര്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ഇവിടെ താല്പര്യം എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമാണ്, ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമാണ്, അതിൽ പങ്കെടുക്കണമെന്നില്ല. കൾച്ചറൽ ആക്ടിവിറ്റി, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും. ഒരു പാട്ടെങ്കിലും പാടാത്ത, അല്ലെങ്കിൽ ഒരു പാട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നിസ്സാരമായി പറഞ്ഞതല്ല, ഒരു സ്റ്റേജിൽ കയറി ഒരു കുട്ടിക്കവിതയെങ്കിലും പാടാത്ത കുട്ടികൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അധ്യാപകരാകാൻ പോകുന്നവർ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടാകും. അത് ഓർത്തെടുത്ത് എഴുതുക. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എന്തിലൊക്കെ പങ്കാളികളായി. വോളണ്ടിയറിങ്, എന്തായാലും പ്രളയവും നിപ്പയും കൊറോണയും ഒക്കെ കണ്ട മലയാളികളിൽ ഒരാൾ പോലും, ഒട്ടുമിക്ക ആളുകളും, മനസ്സുള്ള ഒട്ടുമിക്ക ആളുകളും എന്തെങ്കിലുമൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് മാത്രമല്ലാതെ നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ സഹപാഠികളെ സഹായിച്ചിട്ടുണ്ടാവും. വീട് വെക്കാനുള്ള സഹായം, ചികിത്സാ സഹായം, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും ആരും നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചതല്ല എങ്കിൽ അത് സന്നദ്ധ പ്രവർത്തനമാണ്. രക്തദാനം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നന്നായി ആലോചിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇത് കോളമൊക്കെ ഒഴിച്ചിടാൻ നല്ല എളുപ്പമാണ്. എല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചിടുക, ഒന്നില്ലെന്ന് എഴുതി വെക്കുക, വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇതെല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന്റെ തൊട്ട് തലേ ദിവസവും ആ ആഴ്ചയും ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഇരിക്കരുത്. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് പോയി PDF കോപ്പി എടുത്ത് ഫില്ല് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി, പലരും ഇവിടെ താല്പര്യമില്ല അല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതി കണ്ടു. നിങ്ങൾ പിന്നെ എന്തിനാ ഈ ടെസ്റ്റ് എഴുതിയത്, എന്തിനാണ് അധ്യാപകരാകാൻ പോയത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതെന്താ ടീച്ചറെ, എല്ലാവർക്കും ശാസ്ത്രത്തിൽ പ്രാവീണ്യം വേണോ എന്ന് നിങ്ങൾ ചോദിക്കും. അധ്യാപകർക്ക് വേണം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളുടെ ടെക്നോളജി കൂടി വരുന്നുണ്ട്, വിവരസാങ്കേതിക വിദ്യ കൂടി വരുന്നുണ്ട് അല്ലേ? ഇവിടെ ടെക്നോളജി എന്ന് കൃത്യമായി കൊടുത്തിട്ടില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ യൂട്യൂബ് ക്ലാസ്സിലൂടെയാണ്. അതും ടെക്നോളജി അല്ലേ? നിങ്ങൾക്ക് അത് അറിയില്ലേ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയാമോ? നിങ്ങൾക്ക് പിന്നെ ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ലേ? അറിയില്ലെങ്കിൽ പഠിക്കണം. പഠിച്ചതിന് ശേഷം ബയോഡേറ്റയിൽ ഫില്ല് ചെയ്യണം. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഈ ഒരു ഭാഗം ഒഴിച്ചിട്ട് എത്ര പറഞ്ഞാലും ഇത് ഫില്ല് ചെയ്യാതെ കുട്ടികൾ എനിക്ക് ബയോഡേറ്റ അയച്ചു തരുമ്പോഴാണ് എനിക്ക് ദേഷ്യം തോന്നാറ്. അതായത് ഇപ്പോ നമ്മൾക്കറിയാം, നമ്മുടെ പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടം മുഴുവൻ വിദ്യാഭ്യാസത്തെ നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് മുമ്പും ശേഷവും എന്ന് വിഭജിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിച്ച ഒരു മഹത്തായ യജ്ഞം തന്നെയായിരുന്നു അല്ലേ ഇത്? അപ്പൊ അതിനുശേഷം സാങ്കേതിക വിദ്യ എത്രത്തോളമാണ് നമ്മൾ സ്കൂളുകളിൽ ഉപയോഗപ്പെടുത്തിയത് അല്ലേ? നമ്മള് കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവന്നു, പിന്നെ ഇന്ററാക്റ്റീവ് ബോർഡുകൾ വന്നു. ഇതൊക്കെ അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് നല്ല അധ്യാപകരാകുക? അധ്യാപകരുടെ ഗുണം എന്താണ്? മാറുന്ന ടെക്നോളജിയെ, മാറുന്ന കാലത്തിനനുസരിച്ച് പുത്തൻ അറിവുകൾ നേടിയെടുക്കുന്നവരാണ് അധ്യാപകർ. വർഷങ്ങൾക്ക് മുമ്പ് TTC പഠിച്ച സമയത്ത് പാഠഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന അന്നത്തെ ക്ലാസ് റൂമുകളിലെ മിടുക്കരായിരുന്ന, അന്ന് നല്ല മികച്ച അധ്യാപകരായി ഒതുങ്ങിപ്പോകുന്നവരെ അല്ല വേണ്ടത്. അപ് ടു ഡേറ്റ് ആയിട്ട് കാലങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങളും അനുസരിച്ച് മാറാൻ തയ്യാറാകുന്ന, പരിവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന അധ്യാപകരെയാണ് സ്കൂളുകളിൽ ആവശ്യം. അധ്യാപകർ നിരന്തര പഠിതാവായിരിക്കണമെന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിച്ചത്, പ്രാവർത്തികമാക്കാനാണ് പഠിച്ചത്. അപ്പൊ AI സാധ്യത, ഈ നിലവിൽ നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് AI സാധ്യതകൾ അറിയില്ലേ? ChatGPT ഉപയോഗിക്കാനും ജെമിനി പോലുള്ള പിന്നെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനും ഒക്കെ അറിയില്ലേ? അറിയില്ലെങ്കിൽ പഠിക്കണം. യൂട്യൂബിനകത്ത് എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ChatGPT ഒക്കെ നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് അറിയാമോ? ഒരു ക്ലാസ് എടുക്കാനും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും. അപ്പോ അതൊക്കെ പ്രയോജനപ്പെടുത്തുകയും അതിവിടെ മെൻഷൻ ചെയ്യുകയും ചെയ്യുക. ChatGPT ഉപയോഗിക്കാറുണ്ട്. പിന്നെ വിവരസാങ്കേതിക വിദ്യയിൽ ഇന്ന വെറുതെ എഴുതി വെക്കരുത്. എക്സൽ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്നിവയെ കുറിച്ചുള്ള ധാരണ, അങ്ങനെ ഓരോന്നും വ്യക്തമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ അറിയാവുന്നത് അതൊന്ന് മെൻഷൻ ചെയ്യുക.
അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഉള്ള സ്പേസിൽ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക. ഒരിക്കലും ആ ഒരു കോളം ഒഴിച്ചിടരുത്. പിന്നെ അടുത്തത് NCC സ്കൗട്ട് ഗൈഡ്. നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ ഇവയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ചിലയിടത്ത് JRC ഉണ്ടായിട്ടുണ്ട് അല്ലെ, JRC ഉണ്ടായിട്ടുണ്ട്. ചിലര് പിന്നെ വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞതും ഞാൻ മുൻപ് ഫില്ല് ചെയ്തിട്ടുള്ളതും ഇവയിൽ അംഗമായിട്ടില്ല, JRCയിൽ അംഗമായിരുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഏതിലാണ് അംഗമായിരുന്നത് എന്നവിടെ എന്താണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇതും നിസ്സാരമായിട്ട് കാണരുത്. അംബീഷൻ നിസ്സാരമായി കാണരുത്. അതുപോലെ ഞാൻ ടിക്കിടേണ്ടതാണ് ഹോബി എന്ന് പറയുന്ന കോളം. ഇത്രയും കോളങ്ങൾ നിങ്ങൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നവയാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നത് എന്നതിനൊരു റീസൺ കാണും. ശമ്പളം എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശമ്പളത്തിന് വേണ്ടി ശമ്പളത്തിന് മാത്രമായി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ ആ പദവിയിലേക്ക് എത്തരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറിച്ച് കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും, അധ്യാപനത്തെ എല്ലാമായി കാണുന്നത് കൊണ്ടും അധ്യാപനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അധ്യാപകരായി തീരട്ടെ, മികച്ച അധ്യാപകരായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാകും. ചിലർക്ക് അമ്മയെ പോലെ സ്നേഹം തന്ന അധ്യാപിക ഉണ്ടാകും, ചിലർക്ക് നല്ല വാത്സല്യം തന്ന അധ്യാപകരുണ്ടാകും, അതല്ലെങ്കിൽ ഇങ്ങനെ ആകരുത് എന്ന് കാണിച്ചവരും ഉണ്ടാകും. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിനും ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നതിനും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നതിനും ഒരു റീസൺ ഉണ്ടാകും. അതെന്താണെന്ന് വ്യക്തമായി എഴുതുക. എന്തുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിച്ചു അത് വിശദമായി എഴുതുക. ഇപ്പൊ ചില അധ്യാപകരൊക്കെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതെങ്കിൽ അവരുടെ പേരുൾപ്പെടെ മെൻഷൻ ചെയ്യുക, പേരും തസ്തികയും ഉൾപ്പെടെ മെൻഷൻ ചെയ്യുക. ഇനി മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മെൻഷൻ ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടത് സ്ട്രെങ്ത് എന്ന് എഴുതിയിട്ട് സ്ട്രെങ്ത്, അതായത് മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ ശക്തി എന്ന് എഴുതിയിട്ട് ശക്തി എന്താണ്, നിങ്ങളിൽ കാണുന്ന ശക്തി എന്താണ്. ആത്മവിശ്വാസം ആകാം, മറ്റ് എന്തെങ്കിലും ആകാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ എല്ലാവരുടെയും, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പിന്നെ എന്താണ് ബയോഡേറ്റ ഒരുപോലെ ആയിപ്പോവും. അതുപോലെ ദൗർബല്യം എന്ന് എഴുതി ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് തന്നെ അടുത്തത് ദൗർബല്യവും എഴുതുക. ദൗർബല്യം കേട്ടോ. ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ എഴുതാൻ ശ്രമിക്കണേ. അപ്പൊ ദൗർബല്യം എന്താണ് എന്നും കൂടി എഴുതുക. ഈ ദൗർബല്യവും ശക്തിയും ഒരു അധ്യാപികയ്ക്ക് വേണ്ടവയും വേണ്ടാത്തവയുമായിരിക്കണം. അതായത് ശക്തി എന്ന് പറയുന്നത് നിങ്ങളിലെ അധ്യാപികയുടെ ശക്തിയെ ഉറപ്പിക്കുന്നതും കൂട്ടുന്നതും ആത്മവിശ്വാസം കൂട്ടുന്നതും ആയ ഒന്നാകാൻ ശ്രദ്ധിക്കുക. ദൗർബല്യം ചിലര് എൻ്റെ മടി, അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്പോർട്സിൽ കഴിവില്ല, ആർട്സിൽ കഴിവുണ്ട്, ഇതൊന്നും അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളായിട്ട് നിങ്ങളുടെ കഴിവുകേടുകൾ പറയലല്ല വേണ്ടത്. വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ചില നെഗറ്റീവ്സ് ഉണ്ടാകും. ആ നെഗറ്റീവ്സ് ഒരിക്കലും അധ്യാപനത്തെ ബാധിക്കാത്തത് ആയിരിക്കണം. അപ്പോ പത്രവായന ഇല്ലാത്തത് എന്റെ ദൗർബല്യമാണെന്നൊന്നും എഴുതി വെച്ചേക്കരുത്. നിങ്ങളുടെ ദൗർബല്യം നിങ്ങളുടെ അധ്യാപനത്തെ ബാധിക്കരുത് എന്നുള്ളത് ഓർത്തു തന്നെ വേണം നിങ്ങൾ ആ ദൗർബല്യം എന്ന കോളം കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാം. അടുത്തത് അംബീഷനാണ്. അംബീഷൻ, നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് വന്നാൽ ജീവിതാഭിലാഷം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഏറ്റവും നല്ലത് നിങ്ങൾ നല്ലൊരു അധ്യാപികയായാൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് അവിടെ കുറിക്കുന്നതാണ്. ചിലര് എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, ചിലര് എഴുതിയത് രാഷ്ട്രപതിയുടെ മെഡൽ നേടണം. അപ്പൊ അതെല്ലാം ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചല്ലേ. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ രാഷ്ട്രപതിയുടെ മെഡൽ നേടിയിട്ട് കുട്ടികൾക്ക് എന്ത് കിട്ടാനാണ്? മെഡൽ നേടാത്ത അധ്യാപകരൊക്കെ മോശപ്പെട്ട അധ്യാപകരായിരുന്നു. അതിന് ആഗ്രഹമുള്ളവരുണ്ടാകാം, അതായിക്കോട്ടെ. പക്ഷേ
അങ്ങനെയൊക്കെ ഉള്ളത് എഴുതണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നെ സംബന്ധിച്ച് ഒരു അധ്യാപിക എന്ന് പറയുന്നത് പ്രശസ്തിക്ക് പുറകെ പോകാത്ത ആളായിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് അധ്യാപകര് എഴുത്തുകാരാണ്, നല്ലത് തന്നെ. പക്ഷേ ആ എഴുത്ത് അധ്യാപനത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ആഘോഷമാക്കി കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ ചിലരൊക്കെ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള റീൽസ് ഒക്കെ എടുക്കുന്ന നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്ന അധ്യാപകരുണ്ട്. അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അധ്യാപനത്തിന്റെ സമയത്ത് അത് ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമുക്കതൊരു വിഷമം തോന്നാറുണ്ട്. അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ് കുട്ടികൾ. അപ്പൊ അത് കുട്ടികളെ ബാധിക്കാത്ത തരത്തിലേക്ക് നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ നടത്തുന്നതാണ്. പേഴ്സണൽ ലൈഫിൽ നടത്തുന്ന കാര്യമല്ല പറഞ്ഞത്. സ്കൂളുകളിൽ ഇത്തരം ആക്ടിവിറ്റീസ് വരിക, അതുപോലെ ഈ പറയുന്ന എഴുത്തുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് കുട്ടികളുടെ അധ്യയന സമയം കവർന്നെടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുന്ന പരിപാടികൾ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അംബിഷൻസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒക്കെ നന്നായി മനസ്സിലാക്കി ഇനി ഭാവിയിൽ അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകയാകുമ്പോൾ എന്തൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ ഒന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അംബിഷൻ എഴുതാം. ഏറ്റവും മികച്ച അധ്യാപികയാകുക എന്ന് ചിലർ എഴുതാറുണ്ട്. എങ്ങനെയുള്ള അധ്യാപിക, നിങ്ങളുടെ മികച്ച അധ്യാപിക എന്താണ് എന്നതൊക്കെ ഓർത്ത് വേണം അവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ഇനി പറയട്ടെ, ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് ഭാഗം വളരെ കെയർലെസ് ആയി വിടുന്ന ചിലരുണ്ട്. അങ്ങനെ ചെയ്യാതെ ആദ്യമേ തന്നെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതി, ഇവിടെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ എഴുതുക. ഇത്രയും ഞാൻ മലയാളത്തിലാണല്ലോ ഫില്ല് ചെയ്തത്, ബാക്കി ഞാൻ മലയാളത്തിലല്ലേ ഫില്ല് ചെയ്യേണ്ടതെന്ന് വിചാരിക്കല്ലേ. അത് മണ്ടത്തരമല്ലേ. ഇവിടെ ഇംഗ്ലീഷാണ്. അങ്ങനെയൊക്കെ ചെയ്തവരുള്ളത് കൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. പിന്നെ ഡേറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്ന ശേഷം ആ ഡേറ്റ് ഇടുക. ഇവിടെ സിഗ്നേച്ചർ ഇടാനും മറക്കരുത്. സിഗ്നേച്ചറും ഒക്കെ ഇട്ട് നമ്മൾ അടിപൊളിയാക്കി നിർത്തി അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇത്രയൊക്കെ നമ്മൾ ചെയ്തു. ഏറ്റവും ഭംഗിയായി ബയോഡേറ്റ ചെയ്തു. ഇതിനകത്ത് പലരും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് അക്ഷരത്തെറ്റ്, അതുപോലെ ചിഹ്നങ്ങൾ എഴുതുമ്പോൾ ഉള്ള തെറ്റ്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ദയവ് ചെയ്ത് ചിഹ്നം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതൊക്കെ എങ്ങനെ കുട്ടികളിൽ എത്തിയെന്നറിയില്ല. അധ്യാപകരിലെ കാണിച്ചു തരാം. ചിഹ്നമൊക്കെ എഴുതുമ്പോൾ ചിഹ്നം എഴുതുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. എനിക്ക് ഇത് ഗ്രാഫിക് ബോർഡ് വെച്ചിട്ടാണ് എഴുതുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇങ്ങനെ എഴുതുന്ന ഇങ്ങോട്ട് വേണം പോവാൻ, അങ്ങോട്ട്. അതല്ലാതെ ചിലരിതാ ഇപ്പുറത്തേക്ക് ഇടാറുണ്ട്. തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. നമുക്ക് അക്ഷരത്തിനൊക്കെ ഒരു ശൈലിയുണ്ട്. ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അറബിക് ലെറ്റേഴ്സ് എഴുതുന്ന കണക്ക് അങ്ങോട്ട് പോവാ, ആ ഒരു രീതിയിലേക്ക് പോകുന്ന ആ ശൈലി കാണുമ്പോഴേ തന്നെ അറിയാം ഇത് ഏത് വശത്തേക്കാണ് എഴുതിയത് എന്ന്. അങ്ങനെ നമ്മൾ അധ്യാപകർ അത് ചെയ്യാതിരിക്കുക കേട്ടോ. അതുപോലെ എന്ന അക്ഷരം, എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. HM ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്കൂളിൽ ഒരു അധ്യാപിക എഴുതിയിരുന്ന രീതി ശരിയാണോ? വർഷങ്ങളായി ടീച്ചർ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ഏറ്റവും നല്ലൊരു അധ്യാപികയാണ്, മികച്ചൊരു അധ്യാപികയാണ്. നന്നായി ക്ലാസ് എടുക്കും, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, എല്ലാമാണ്. അപ്പോൾ ഒരു ദിവസം ടീച്ചിങ് നോട്ട് നോക്കിയപ്പോൾ ആണ് ആ സ്കൂളിലാണ് അച്ഛൻ ആദ്യമായിട്ട് പോസ്റ്റ് HM ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ. അപ്പോൾ ടീച്ചറെ വിളിച്ച് എഴുതിപ്പിച്ചു. അവിടെ പകർത്തെഴുതിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അധ്യാപകരെ കൊണ്ട്. എഴുതിപ്പിച്ചൊക്കെ നോക്കുമായിരുന്നു. അതിന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ അക്ഷരത്തിന് ഘടനയൊക്കെ ശരിയാകണമല്ലോ. അങ്ങനെ ടീച്ചറിനെ തിരുത്തി കൊടുത്തു. തിരുത്തി പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇതിന്റെ ഉറവിടം അറിയുന്നത്. ടീച്ചറിനെ പഠിപ്പിച്ച ടീച്ചർ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ടീച്ചർ കുട്ടിക്കാലം തൊട്ടേ പഠിച്ചു വന്നത് ഇങ്ങനെയാണ്. ടീച്ചർ എത്ര ക്ലാസ്സുകൾ കടന്നു, TTC പാസ്സായി, അവിടെയോ സ്കൂളുകളിൽ പഠിപ്പിച്ചു, അവിടെയൊന്നും ഇത് തിരുത്തപ്പെട്ടിട്ടില്ല. ആ തെറ്റ് ടീച്ചറും അറിയാതെ കുട്ടികളിലേക്ക് കൊടുത്തു അല്ലേ. ഇതുപോലെ നമുക്കും തെറ്റുകൾ പറ്റും, എനിക്കും പറ്റിയിട്ടുണ്ടാകും, നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാകും. പക്ഷെ പരമാവധി തെറ്റ് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വന്നാൽ അത് അംഗീകരിക്കുകയും വേണം. ഇപ്പൊ ഇനി ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ബോർഡ് ഉണ്ടെങ്കിൽ അവർ എഴുതാൻ പറയും കേട്ടോ. നമ്മുടെ കുട്ടികളോടും പറഞ്ഞിരുന്നു, ചില വാക്കുകൾ എഴുതാൻ പറഞ്ഞിരുന്നു. അതായത് തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ
കുട്ടികളോടും ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, വെപ്രാളത്തിന്റെ പുറത്ത് ചിലപ്പോൾ തെറ്റിയാൽ അത് തിരുത്താൻ അവസരം തരുന്ന സമയത്ത് ഒന്നുകൂടി ബോർഡിലോട്ട് ഒന്നുകൂടെ നോക്കിക്കേ എന്ന് പറയുമ്പോൾ നോക്കി അത് കണ്ടുപിടിച്ച് ആ തെറ്റ് തിരുത്തണം. എന്നിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും പോട്ടെ, സാരമില്ല, നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഇത് ക്ലാസ്സിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ആ തെറ്റ് നിങ്ങളുടെ കുട്ടി അത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, ഇടയ്ക്ക് വീഡിയോ ഒന്ന് സ്റ്റക്കായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ കുട്ടിയാണ് തെറ്റ് തിരുത്തുന്നതെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കും എന്ന് പറയണം. അത് ടീച്ചറിന് പറ്റിയ തെറ്റാണ് എന്ന് അംഗീകരിച്ച് അത് തെറ്റിപ്പോയതാണ് എന്ന് പറയണം. അത് തെറ്റിനെ അംഗീകരിക്കണം, അതിനെ തിരുത്തി കൊടുക്കണം. ആ ഒരു തരത്തിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്, ചെയ്യേണ്ടതും. ഉത്തരം പറയുക എന്നുള്ളതല്ല, ചെയ്യേണ്ടതും കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പലതും പുതിയതായിട്ട് പഠിക്കും. നമുക്കറിയാത്ത കാര്യം വരും. അപ്പം മിണ്ടാതിരി എന്ന് പറയുമോ, നീ ബാക്കിയെല്ലാം പഠിച്ചോ എന്ന് ചോദിച്ച് ഇൻസൾട്ട് ചെയ്യോ അല്ല വേണ്ടത്. ടീച്ചറിന് അത് അറിയില്ല, ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്ന് പറയണം. പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ അതിന്റെ ഉത്തരം കുട്ടിയിൽ കണ്ടെത്തി കുട്ടിയിൽ എത്തിക്കണം. എന്നിട്ട് ആ കുട്ടിയെ അഭിനന്ദിക്കണം. ടീച്ചർ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ടീച്ചർ അത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, കരിയിലക്കിളി എന്ന് പറയുന്ന പക്ഷിക്ക്, അതായത് നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും എന്താ പറയുന്നതെന്ന് അറിയില്ല, കൊല്ലം ജില്ലയിലൊക്കെ കരിയിലക്കിളി എന്ന് പറയുന്ന പക്ഷി, അതിന്റെ ഇംഗ്ലീഷ് ടേം ഒരു കുട്ടി ചോദിച്ചു. 1ാം ക്ലാസ്സുകാരിയാണ്. പക്ഷികളെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോഴാണ് അവളത് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ടീച്ചറിന് അത് അറിയത്തില്ലല്ലോടാ, എന്ത് ചെയ്യും, ടീച്ചർ കേട്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പോ കത്തയെ കുറിച്ചെങ്ങാണോ എഴുതിയാൽ പറ്റത്തില്ലേ? ഇല്ല ടീച്ചർ, എന്റെ ഫേവറേറ്റ് കരിയിലക്കിളിയാ. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴും ഫോൺ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എന്നാ പിന്നെ ടീച്ചർ നോക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഞാൻ അന്നത്തെ ആദ്യമായിട്ട് പഠിപ്പിച്ചൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം മോള് ഇതേക്കുറിച്ച് എഴുതിയാലോ എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ പോലും ഇല്ല ടീച്ചർ, എന്റെ ഫേവറേറ്റ് കരിയിലക്കിളിയാ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു ടീച്ചർ അത് കണ്ടെത്തി കൊടുക്കാമെന്ന്, പക്ഷെ അപ്പോഴും ഒരു തൃപ്തി മുഖത്ത് കാണുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്, ഇപ്പൊ തൽക്കാലം നമുക്ക് വേറെന്തെങ്കിലും ഒന്ന് എഴുതിയാലോ? അപ്പൊ ഇല്ല. അപ്പം പെട്ടെന്ന് ഞാനത് പോയി സെർച്ച് ചെയ്ത് ഒക്കെ കണ്ടെത്തി. ഇപ്പോഴത്തെ പോലെയല്ല, കുറച്ചുകൂടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ കണ്ടെത്തി കൊടുത്തു, ജംഗിൾ ബാബ്ലർ. ആ വാക്ക് അന്ന് ഉള്ളിൽ കയറിയതാണ്, പിന്നെ മറന്നിട്ടില്ല. അത് എനിക്ക് തന്നത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ മോളാണ്. അത് എൻ്റെ ക്ലാസ്സിലിരുന്ന് എൻ്റെ കുഞ്ഞാണ് എനിക്കത് തന്നത്, ആ വാക്ക് തന്നത്. അല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുകയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പലതിനെ കുറിച്ച് നമുക്ക് ഇംഗ്ലീഷ് ടേം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല, അറിയില്ല. പക്ഷെ കുട്ടികൾ അത് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തി കൊടുക്കും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. എല്ലാം ഇപ്പൊ ടീച്ചറിന് അറിയണമെന്നില്ലല്ലോ എന്ന് പറയും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പതറാതിരിക്കുക. ഇത്തരം അനുഭവങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്യാനുള്ളതാണ്. ഇനി ഇൻ കേസ് നമ്മൾ അവിടെ ചെന്നു, നമ്മൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് നെഗറ്റീവ് അനുഭവങ്ങൾ വന്നിട്ടുള്ളവരുണ്ട്. ആണെങ്കിൽ പോട്ടേന്ന് വെക്കണം. ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കളയരുത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു, ഇവരെയൊന്നും ഞാൻ ഇനി കാണാൻ പോകുന്നില്ല, എനിക്ക് ഇവരെ ആരെ അറിയില്ല, ഞാൻ ഇനി ഇവരെ കാണാനും പോകുന്നില്ല എന്നുള്ള ഒരു മൈൻഡിൽ വേണം തിരിച്ചു വരാൻ. ചിലപ്പോൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തെന്ന് വന്നാൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ടത് അവരല്ലല്ലോ എനിക്ക് വിലയിടേണ്ടത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തിക്കൊണ്ട് തിരിച്ചിറങ്ങരുത്. പല ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ ഭയപ്പെടുകയല്ല, മുൻകൂട്ടി ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്റർവ്യൂവിന് ബയോഡേറ്റ എങ്ങനെ ഫിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, അപ്പോൾ കമന്റിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അറിയിക്കുക.